നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നിൽക്കുന്നത് അഡ്വക്കേറ്റ് ഐഷ പോറ്റീൻ്റെ വീട്ടിലാണ്. ഇവിടെ അഡ്വക്കേറ്റ് ഐഷ പോറ്റി മാത്രമല്ല, ഇത് 2006 മുതൽ മാഡം ഇവിടെ കൊട്ടാരക്കരയുടെ MLA കൂടെയാണ്. ഇപ്പോൾ നമ്മൾ മാഡത്തിനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനും മാഡത്തിൻ്റെ പുതുവർഷം എങ്ങനെയാണെന്ന് ചോദിക്കാനും ഈ 2023 എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി നമ്മളിവിടെ വന്നിരിക്കുന്നത്. 2000 ജില്ലാ പഞ്ചായത്ത് ഇലക്ഷനിൽ നിന്ന് വിജയിച്ച് 2006 ഇലക്ഷനിൽ നിന്ന് വിജയിച്ച് വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചതാണ് മാഡം. നമുക്ക് മാഡത്തിൻ്റെ ഇത്രയും കാലത്തെ ജീവിതവും എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പുതിയത് നമ്മളെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ മാഡത്തിനോട് ചോദിച്ചിട്ട് വരാം. 2023 വർഷം കഴിയാനിരിക്കുകയാണ്. മാഡത്തിൻ്റെ ഈ 2023 വർഷം എങ്ങനെ ഉണ്ടായിരുന്നു? ഈ 2023 എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ കുറച്ച് വ്യക്തിപരമായിട്ട് എനിക്ക് എപ്പോഴും സന്തോഷം തന്നെയാണ്. പക്ഷേ പൊതുവിൽ കാണുമ്പോൾ ഒരു സന്തോഷമില്ല. എന്നുവെച്ചാൽ യുദ്ധങ്ങൾ, ഒരുപാട് പേര് മരിക്കുന്നത്, ഒരു സന്തോഷമില്ലാത്ത കുറേ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ ലോകത്താകമാനവും ഇവിടെയും ഇന്ത്യയിലും ഒക്കെ തന്നെ കാണുന്ന അതൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ ഇനി നല്ല വർഷമാവട്ടെ എന്ന് വിചാരിക്കുക. ഇതെല്ലാം അങ്ങോട്ട് തീർന്നിട്ട് നല്ലൊരു വർഷം വരട്ടെ എന്ന്. 2024 ഒരു പുതിയ വർഷമായിട്ട് മാറട്ടെ എന്ന്. ഇപ്പോൾ നമുക്കിപ്പോൾ ഏറ്റവും കൂടുതലുള്ള കേസുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പെൺകുട്ടികൾക്കെതിരെയുള്ള പീഡനങ്ങളൊക്കെയാണ് വർദ്ധിക്കുന്നത്. ഇപ്പോൾ മാഡം ഒരു അഡ്വക്കേറ്റും കൂടിയാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ വാളയാർ കേസിലും ആലുവ കേസിലും സെയിം സംഭവമാണ് നടന്നത്. പെൺകുട്ടികളെ പ്രായം എടുത്ത് നോക്കുകയാണെങ്കിലും ഒരേ ഇതാണ്, പ്രതികളെ പ്രായവും സെയിമാണ്. അപ്പോൾ ഒരു കേസിൽ ജീവപര്യന്തം ശിക്ഷ, തൂക്കുകയർ വിധിച്ച ഒരു കേസും അതേ സമാനമായ കേസിൽ തന്നെ പ്രതിനെ വെറുതെ വിട്ട്. ഈ ഒരു ഇതിനെക്കുറിച്ച് എന്താ മാഡത്തിന് പറയാൻ? എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ, ഒരു കേസുണ്ടായാൽ തീർച്ചയായിട്ടും കൃത്യമായിട്ട് അന്വേഷണം നടത്തി നന്നായിട്ട് ചാർജ് ഫ്രെയിം ചെയ്ത് കിട്ടാവുന്ന മുഴുവൻ എവിഡൻസും ആദ്യഘട്ടം തന്നെ ശേഖരിച്ചുകൊണ്ട് അവൈലബിളായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്താൽ ഒരാൾ വിചാരിച്ചാലും രക്ഷിക്കാൻ പറ്റത്തില്ല. എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായമാണത്. സംശയമില്ലാത്ത കാര്യമാണ്. പഴുതടച്ചുകൊണ്ടുള്ള അന്വേഷണത്തിലൂടെ കിട്ടാവുന്ന മുഴുവൻ, പിന്നെ ചില കേസിൽ നമ്മൾ എത്ര ശ്രമിച്ചാലും ചിലപ്പോൾ ഫുള്ള് ഒളിച്ചൊക്കെ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പല കേസുകളും മനുഷ്യർ എത്ര ശ്രമിച്ചാലും പറ്റാം. പക്ഷേ ഇതിൽ കുറേ സൂക്ഷ്മമായിട്ട് പോകേണ്ടതുണ്ട്. ഇപ്പോൾ ഉത്തരവാദ കേസിൽ ഒരു തെളിവുമില്ല, പക്ഷേ ശാസ്ത്രീയമായിട്ട് പോലീസ് ഗംഭീരമായിട്ടത് തെളിയിച്ചു. അപ്പോൾ ഈ പ്രതിക്ക് തൂക്കുകയർ കൊടുക്കാത്തത് കോടതിയുടെ ഭാഗത്തുള്ള തെറ്റുകൊണ്ടാണോ അതോ പോലീസിൻ്റെ ഭാഗത്ത് വന്ന തെറ്റാണോ? ഞാനത് വിധി കേട്ടതേ ഉള്ളൂ. ടി വിയിലൂടെയും എല്ലാം ന്യൂസിലൂടെയും പത്രത്തിലൂടെയും വായിച്ചുള്ളൂ. അത് എന്താണെന്നുള്ള പഠിക്കാതെ എനിക്ക് പറയാൻ പറ്റുന്നില്ല. പക്ഷേ ഒരു വിഷമം തോന്നിയായിരുന്നു. കാരണം അത്രയും ഒരു സങ്കടകരമായ ഒരു അനുഭവം ഉണ്ടായിട്ട് വെറുതെ വിടുമ്പോൾ അതിൻ്റെ കാര്യകാരണം എന്താണെന്ന് നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ, പഠിച്ചാലേ പറയാം ആരുടെ ഭാഗത്താണ് പ്രശ്നം എന്നുള്ളത്. നമുക്ക് പഠിക്കാതെ പറയാൻ പറ്റില്ല. ഇനി ഇതേപോലെ കൊച്ചിയിൽ വൈഗ എന്നുള്ളൊരു 10 വയസ്സുകാരി കുട്ടീനെ സ്വന്തം അച്ഛൻ തന്നെ കൊന്നിട്ട് കുളത്തിൽ പുഴയിൽ കൊണ്ട് ഉപേക്ഷിച്ച്. അപ്പോൾ നാളെ അതിൻ്റെ വിധി നാളെയാണ്. മാഡത്തിൻ്റെ ഒരു പ്രതീക്ഷ എന്താണ്? ആ വിധി കുട്ടിക്ക് നീതി കിട്ടുമോ അതോ കോടതി ഈ അച്ഛൻ്റെ ഒപ്പമാണോ നിൽക്കുക? എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. എന്താണെന്ന് വെച്ചാൽ അത് എങ്ങനെ അന്വേഷിച്ചിട്ടുണ്ട്, എങ്ങനെ അതിൻ്റെ തെളിവുകൾ എടുത്തിട്ടുണ്ട്, അതിൻ്റെ കോടതിയാണെങ്കിലും നോക്കുന്നത് തെളിവുകളല്ലേ. ശിക്ഷ തെറ്റ് ചെയ്തിട്ടുള്ളവർക്ക് ആർക്കായാലും കടുത്ത ശിക്ഷ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാനും. ഒരു കാരണവശാലും വിടാതെ സധൈര്യം സാക്ഷികളും മൊഴി പറഞ്ഞ് എല്ലാ തരത്തിലും. പലപ്പോഴും സാക്ഷികൾ കണ്ടില്ല എന്ന് പറയും. ക്രിമിനൽ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാക്ഷി മൊഴിയെ ബേസ് ചെയ്തുകൊണ്ട്, പിന്നെ അല്ലാതെ എവിഡൻഷ്യറി വാല്യൂ ഉള്ള കുറേ സാധനങ്ങളുണ്ട്, സയൻറ്റിഫിക് ആയിട്ടുള്ളതുണ്ട്. അതായത് അതിൽ നന്നായിട്ട് കേസ് ഫ്രെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അനുസൃതമായിട്ട് സാക്ഷികളുടെ മൊഴിയും വന്നിട്ടുണ്ട്, ഉറപ്പായിട്ട് ശിക്ഷ കിട്ടും. ഇപ്പോൾ പെൺകുട്ടികൾക്കെതിരെയാണ് കൂടുതലും. എന്ന് നമ്മൾ പത്രം എടുത്ത് നോക്കിയാലും ഒരു പെൺകുട്ടീനെ കൊന്നിരിക്കും. ഈ ഒരു പ്രതിഭാസം, അതായത് സമൂഹം അങ്ങനെ മാറി. ഒരു പെൺകുട്ടി പ്രണയം നിരസിച്ചാൽ അവിടെ കൊലപാതകം, ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നത്. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സമൂഹത്തിനോട് ഒരു വെറുപ്പ്, നമുക്ക് തന്നെ ഒരു വെറുപ്പ് തോന്നി. ഇനി ജീവിക്കാൻ നമുക്ക് തോന്നാത്തൊരു തരത്തിൽ. മാഡത്തിന് ഇതിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയാം, നമ്മുടെ കുടുംബങ്ങളിലെ നല്ല സ്വഭാവം പഠിപ്പിച്ചു കൊടുക്കാനും ജീവിത രീതി നല്ല രീതിയിലാക്കാനുമുള്ള ഒരു ശരിയായ രീതി അവലംബിക്കുന്നത് മാഞ്ഞു പോയി തുടങ്ങിയിട്ടുണ്ട്. പഴയ കാലത്തെ കുറേ കുറ്റം പറയുമായിരിക്കും ചില കാര്യങ്ങളൊക്കെ ഓർത്ത്, ഓവർ റെസ്ട്രിക്ഷൻ. പക്ഷേ കുറേ നന്മകളുണ്ടായിരുന്നു. ആൾക്കാരോട് എങ്ങനെ പെരുമാറണം, ഒരു പെൺകുട്ടി തന്നെ ആയാലും വളർന്നു വരുന്ന ഓവർ റെസ്ട്രിക്ഷൻ പാടേയില്ല. പെൺകുട്ടികളോട് എങ്ങനെ പെരുമാറണം, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മയക്കുമരുന്ന്, മദ്യം, പിന്നെ MDMA തുടങ്ങിയിട്ടുള്ള സാധനങ്ങളിലൊക്കെ അഡിക്റ്റായി. അതോടൊപ്പം ഈ
യൂട്യൂബും പിന്നെ ഇൻ്റർനെറ്റിൻ്റെ യൂസേജ് കൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒത്തിരി പ്രശ്നങ്ങളിലേക്ക് കുട്ടികൾ വഴിതിരിഞ്ഞു പോകുന്നുണ്ട്. ഈ കോവിഡ് കാലത്തിന് ശേഷമൊക്കെ അത് വളരെ വർദ്ധിച്ചിട്ടുണ്ട്. ക്രൂരതയിലേക്ക് പോവുകയാണ് മനുഷ്യർ, ചെറുപ്പക്കാർ. എന്തും ചെയ്യാൻ അതുകൊണ്ടല്ലേ കൊന്നിട്ട് കഷ്ണം കഷ്ണമാക്കി പാക്ക് ചെയ്തൊക്കെ വിടുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമം വരാറുണ്ട്. മിക്ക ദിവസവും ഇതുപോലുള്ള വാർത്ത കേട്ടാൽ സന്തോഷമേ ഇല്ല എന്നുള്ളതാണ് സത്യം. ഇതിൻ്റെ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, കുട്ടികളെയും ചെറുപ്പം മുതലേ നല്ല അത് ഇപ്പോൾ നടക്കുന്നതിന് അത് പറ്റുമോ എന്ന് ചോദിക്കും. ഇപ്പം നമുക്ക് ചെയ്യാവുന്നത്, ഇപ്പം തന്നെ സോഷ്യൽ മീഡിയ എടുത്ത് ചിലപ്പോൾ സിനിമാക്കാരൊക്കെ എന്നെ ഓടിക്കുമായിരിക്കും. ഞാൻ നിയമസഭാ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആയിരുന്നപ്പോഴൊക്കെ ഈ പുകവലിയും മദ്യപാനവും കാണിക്കരുതെന്ന് പറഞ്ഞാൽ എന്നെ ഇനി പറയാനൊരു ഭാഷയില്ലായിരുന്നു. പക്ഷേ ഇതൊക്കെ ഇന്നും ഞാൻ ടി വി കണ്ടപ്പം സിനിമ കാണുമ്പോൾ കാണുകയാണ്. കൂട്ടത്തോടെ കൂടിയിരുന്ന് പുകവലിക്കുക, സിഗരറ്റ് വലിക്കുക, ഇതുപോലെയുള്ള സമാനമായിട്ടുള്ള വിവിധ കാര്യങ്ങൾ വരുമ്പോൾ കുട്ടികളുടെ മനസ്സിനെ അത് നന്നായി സ്വാധീനിക്കും, കുടുംബങ്ങളെ സ്വാധീനിക്കും. പലപ്പോഴും വരുന്ന ഈ വൈകിട്ടൊക്കെ ആയാലും ഒക്കെയുള്ള കുറേ ചാനലുകളിലെല്ലാം വരുന്ന കുറേ എന്താ പറയുക, അതെല്ലാം തന്നെ ആ കാഴ്ചകളൊക്കെ തന്നെ മനുഷ്യൻ്റെ മനസ്സിലേക്ക് വേണ്ടാത്ത ചിന്തകളുണ്ട്. അമ്മായിയമ്മ പോരുണ്ടാകുന്നത്, നാത്തൂൻ പോരുണ്ടാകുന്നത്, ഭർത്താവിനെ ഒളിച്ച് ഭാര്യ വേറൊരാളുടെ കൂടെ പോയിട്ട് മിണ്ടാതെ വരുന്നത്, ഇതൊക്കെയല്ലേ ഇവിടെ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസങ്ങളും. ഇനി അടുത്തത് എന്ത് എന്നുള്ള ആകാംക്ഷയുണ്ട്. ഈ സമയത്ത് എങ്ങനെയാണ് ജീവിതത്തെ വിജയിക്കാൻ കഴിയുക, എങ്ങനെയാണ് ഒരു നല്ല മനുഷ്യരായിട്ട് മാറുക, എങ്ങനെ മനുഷ്യന് നല്ല ചിന്തയോടുകൂടി വരാൻ കഴിയും, എങ്ങനെ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യാൻ കഴിയുമെന്നുള്ള മെസ്സേജ് ടി വിയിലൂടെയും ദൃശ്യമാധ്യമങ്ങളിൽ കൂടെയും പത്രമാധ്യമങ്ങളിൽ കൂടെയും നിരന്തരം സോഷ്യൽ മീഡിയയിൽ കൂടെയും വരികയാണെങ്കിൽ നിശ്ചയമായിട്ടും ഇത്തരം മനോഭാവം കുട്ടികളുടെ കയ്യിൽ നിന്ന് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. മറ്റേ കാര്യങ്ങളൊന്നും ഇങ്ങനെ വരാതിരിക്കാൻ, അത് ചീത്തയാണെന്നും അത് ശരിയായ പോക്കല്ലെന്നും പറഞ്ഞു കൊടുക്കുന്നൊരു മെസ്സേജാണ് കൊടുക്കേണ്ടത്. അങ്ങനെ വ്യാപകമായിട്ട് കഠിനാധ്വാനം ചെയ്താൽ, ഞാൻ എൻ്റെ മക്കളോട് പറയണ്ട കൊച്ചുമക്കൾക്ക് എന്തൊക്കെ പറഞ്ഞു കൊടുക്കണം എന്ന്, എനിക്കതല്ലേ ചെയ്യാൻ പറ്റൂ. കുട്ടികളോട് സംസാരിക്കുമ്പോൾ പറയും. ഇതൊക്കെ തന്നെ ആ മൂല്യച്യുതി, കുടുംബങ്ങളിലുണ്ടാകുന്ന മൂല്യച്യുതിയാണ് വല്ലാതെ ബാധിച്ചിട്ടുള്ളത്. ഇത് കേൾക്കുന്നതും കാണുന്നതും എല്ലാം. പക്ഷേ പണ്ട് കാലം മുതലേ ഉണ്ട്, ആരും പറയാതിരിക്കുന്നു എന്നുള്ളതാണ്. പ്രതികരണശേഷി ഉണ്ടാക്കണം. ഒരു കാര്യം ഞാൻ പറയുള്ളൂ, പെൺകുട്ടികൾ കുറേ കൂടെ തൻ്റെ ഇടമുള്ളവരാവണം. ഇപ്പോൾ ഒരു ഡോക്ടർ മരിച്ചത്, എന്തിനാ ആ കുട്ടി മരിക്കാൻ പോയത്, ഒന്ന് വിളിക്കാൻ തോന്നിയില്ലല്ലോ. എന്നാലും ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു, ഒന്ന് വിളിക്കാൻ തോന്നിയെങ്കിൽ നമുക്ക് 5 മിനിറ്റ് കൊണ്ട് അവരുടെ മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കാം. നമുക്കൊക്കെ ചെയ്യാൻ കഴിയുന്ന, ഞങ്ങളെപ്പോലുള്ളവർക്കും എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നത് നല്ലൊരു മെസ്സേജ്. ഇതൊന്നും തളരേണ്ട കാര്യമല്ല. അയാൾ സ്ത്രീധനം ചോദിച്ചുകൊണ്ടൊരു ഡോക്ടർ വന്നാൽ പോയി പണി നോക്കാൻ പറഞ്ഞേച്ചേ, അന്തസ്സായിട്ട് ജോലി ചെയ്ത് ജീവിക്കണം. ഈ വിവാഹം എന്ന് പറയുന്നത് മാത്രമല്ലല്ലോ ജീവിതത്തിൻ്റെ ലക്ഷ്യം. വിവാഹം മധുരതരമാക്കണം, സന്തോഷകരമാക്കണം, പരസ്പര ഷെയറിങ്ങിലൂടെ, സ്നേഹത്തിൽ, എല്ലാ കാര്യത്തിലും ഒന്ന് ഷെയർ ചെയ്തു പോയി അങ്ങനെ ജീവിക്കുന്നതാണ് ഏറ്റവും നല്ല ജീവിതം. അതല്ലാതെ ഒരു കൊച്ചു കാര്യം വരുമ്പോൾ ഉടനെ കയറി തൂങ്ങി അങ്ങ് മരിക്കുക, എന്നാൽ പിന്നെ എനിക്ക് ലൈഫ് ഹൗസ് ചലഞ്ച് ചെയ്ത് കാണിച്ചു കൊടുക്കണ്ടേ, ഇതൊന്നും അല്ല കാര്യമെന്ന്. എൻ്റെ ഒരു വ്യൂ അങ്ങനെയാണ്. ഞാൻ മുഴുവൻ ആളോട് പറയുന്നത് ഇത് തന്നെയാണ്. അങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കണം, നിങ്ങൾ ശ്രമിക്കണം അതിന്. പക്ഷെ നമ്മളിപ്പോൾ നമ്മളെ മക്കൾക്ക് സ്ത്രീധനം കൊടുക്കൂല. ആര് വന്നാലും നമ്മളിപ്പോൾ ടി വിയിലാണ് അവർ സ്ത്രീധനം കൊടുത്ത് ഇത്ര പാവം കൊടുത്ത്, നമ്മളെ മക്കളെ അതിനെക്കാട്ടും കൂടുതലായിട്ട് കൊടുത്തിട്ട് എല്ലാവരും നോക്കുകയുള്ളൂ. ഇപ്പോൾ സ്ത്രീധനം അവിടെ 50 പാവം കൊടുത്താൽ ഇവിടെ നമ്മൾ 100 പാവം കൊടുത്തിട്ട് കിട്ടും. അങ്ങനെ വരുമ്പോഴും നമ്മളെ മക്കൾക്ക് വരുത്തുന്ന അധികം ഇതും രക്ഷിതാക്കൾ കാരണം തന്നെയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അതിനെ എന്താ മാഡത്തിനും പറയുന്നത്? ഒരു കാരണവശാൽ ഞാൻ തുറന്നു പറയാമല്ലേ, എന്നെ കല്യാണം ആലോചിക്കുന്ന എല്ലാവരോടും എൻ്റെ അച്ഛൻ പറഞ്ഞാൽ സ്ത്രീധനം ചോദിച്ചു വരുന്ന ആർക്കും കൊടുക്കില്ല എന്ന്. ഞങ്ങളുടെ മക്കളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയായിരുന്നു. എൻ്റെ മകൻ കല്യാണം കഴിച്ച് 1 രൂപ പോലും സ്ത്രീധനം ചോദിക്കുക, ആ സബ്ജക്റ്റ് വിടുകയോ ചെയ്തില്ല. സംസാരിക്കേണ്ട ആവശ്യം, കുട്ടികളെ പഠിപ്പിച്ച് വിടുക. പെൺകുട്ടികൾക്കൊരു നല്ല മെസ്സേജ് കൊടുക്കുക, സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കണം. എൻ്റെ അടുത്ത് വന്നിട്ടുള്ള എത്ര കക്ഷികളാണെന്നറിയോ, 10 രൂപ സ്വന്തമായിട്ട് വരുമാനം ഇല്ലാത്തതുകൊണ്ട് ഈ കണ്ട കാലം അത്രയും എനിക്ക് മറക്കാൻ പറ്റാത്ത എത്ര കക്ഷികളുണ്ടെന്നറിയോ, ഈ ഇടിയും കൊണ്ട് ജീവിക്കുന്നു, എല്ലാവരുടെയും ഇൻസൾട്ട് സഹിക്കുന്നു. പെൺകുട്ടിയായ എന്തൊരു വേണ്ടാത്ത ഒരു ചരക്ക് പോലെ കാണുക, അതാദ്യം നുള്ളിയെടുത്ത് കളയാനായിട്ട് കഴിയണം. നമ്മളാദ്യം മാതൃക കാണിച്ചു കൊടുക്കാം. അതോടൊപ്പം മുഴുവൻ ആളും നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരും തീർച്ചയായിട്ടും വിചാരിക്കണം, ആൺപിള്ളേരും പെൺപിള്ളേരും നല്ല സഹോദരങ്ങളെ പോലുള്ളൊരു മൈൻഡിൽ പോകണം. അല്ലാതെ പെൺകുട്ടിയായ അതൊരു കച്ചവടച്ചരക്കാണെന്നോ ആണായ വലിയ എന്തോ ആണെന്നോ അല്ല, രണ്ടുപേരും ഒരുപോലെയാണെന്ന് വിചാരിക്കണം. അല്ലാതെ നമുക്ക് കൊണ്ടുപോകാനേ സാധിക്കില്ല. എങ്കിലേ ഒരു മാറ്റം ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ.
ഇപ്പോൾ മാഡം അഡ്വക്കേറ്റായിട്ടും ജോലി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മാഡത്തിൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ആ ഒരു കാലഘട്ടത്തിൽ മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോഴും മനസ്സിൽ ഓർത്ത് നിൽക്കുന്ന ഒരു സംഭവം? ഒത്തിരി സംഭവങ്ങളുണ്ട്, പറഞ്ഞാൽ തീരാത്ത, മനസ്സിൽ എന്നും ഓർക്കുന്നുണ്ട്. ഞാൻ ഇതുപോലെയുള്ള കാര്യങ്ങളാണോ, ഈ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട പീഡനങ്ങളാണോ? എന്തായാലും മാഡത്തിന് ഒരിക്കലും മറക്കാൻ പറ്റാത്ത, മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം? ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിലൊരു കാര്യമാണ്, ഒരു ദിവസം ഒരു കുളത്തൂപ്പഴയുള്ള പേര് ഞാൻ പറയുന്നില്ല, അത് ഐഡൻറ്റിഫൈ ചെയ്യേണ്ട, ഇപ്പോൾ അവർ എത്രയോ വർഷമായി. ഒരു സ്ത്രീ ഇങ്ങനെ വന്നിട്ട് അവരുടെ മേലെല്ലാം ഒരു ചട്ടുകം വെച്ച് പൊള്ളിച്ചിട്ട് ഒരവസ്ഥയാണ്. 2 മക്കളുണ്ട്, 2 പശുക്കളെ വളർത്തി അതിൻ്റെ പാല് വിറ്റ് ജീവിക്കുക. ഭർത്താവ് മുഴുക്കൂടി, അയാൾക്ക് വേറൊരു ഭാര്യയും കൊച്ചുങ്ങളും ഇവിടെ ഉണ്ട്. ഈ ആൾ ദിവസവും വന്ന് ഇവരെ അടിച്ച് മേത്തെല്ലാം സിഗരറ്റ് കുറ്റി കൊണ്ട് പൊള്ളിച്ച ഒരവസ്ഥയിൽ ഇവിടെ വന്നു. ഞാൻ ഒട്ടും മറക്കാത്തൊരു രൂപമാണത്. ഒരുപാട് പേര് അതുപോലെയുണ്ട്, ഈ കലൈവരത്തും ഒക്കെ ഉള്ള ഒത്തിരി സ്ത്രീകളും ഇപ്പോഴും ഉണ്ട്. ഇതായൊരു കേസ് എഴുതി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം അനുഭവങ്ങളാണെങ്കിൽ ഇതൊരിക്കലും മറക്കാത്ത ഒരു അശ്വ സ്ത്രീയെ, അങ്ങനെ പറഞ്ഞ ഒരു നാടൻ ഭാഷയിൽ വളരെ ക്ഷീണിതയായ ഒരു സ്ത്രീ വന്നിട്ട് ഒരു 1.5 മണിക്കൂർ ഇവിടെ ഇരുന്ന് അവരുടെ കഥകൾ പറഞ്ഞു. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ മനുഷ്യൻ എന്നും മദ്യപിച്ച് വരും. ഇവർ കഷ്ടപ്പെട്ട് പാല് വിറ്റ് കാശുണ്ടാക്കി ഇയാൾ കാണാതെ മല്ലിട്ടിനിൽ പിന്നെ മുളക് ടിന്നിനകത്തൊക്കെ ഒളിച്ച് പൈസ വയ്ക്കും. ഈ മനുഷ്യൻ ഇങ്ങോട്ട് ചാടിക്കയറി വരും. ഈ പിള്ളേരെ നോക്കത്തില്ല, ഒന്നുമില്ല. അവർക്കൊക്കെ ഒരു ചീത്ത വിളിച്ച്, ഭാര്യയും ചീത്ത വിളിച്ചിട്ട് ഇവർ പാല് വിറ്റുണ്ടാക്കുന്ന പൈസ എവിടെടീന്ന് ചോദിച്ച് അടിച്ച് അവരെ ഇട്ടിട്ട് അതെല്ലാം തപ്പിയെടുത്തിട്ട് കൊണ്ടുപോയി എന്നും നരകം അനുഭവിക്കുന്ന ഒരു സ്ത്രീ. അപ്പോൾ എവിടെയോ ഒരിടത്ത് ആരോ പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ ഇവിടെ ഇരുന്ന് 1 മണിക്കൂർ സംസാരിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെന്തായാലും കുറേശ്ശെ മരിച്ചുകൊണ്ടിരിക്കുക, അപ്പോൾ ഒന്ന് എന്തെങ്കിലും അടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞില്ല. അങ്ങനെ അന്നേരം എൻ്റെ കഥ അപ്പോഴേ കഴിയും എന്ന് ഞാൻ പറഞ്ഞു, എന്നാൽ കഥ അപ്പോഴേ കഴിഞ്ഞോട്ടെന്ന്. ഇവിടെ ഇരുന്ന് പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. കഥ അപ്പോഴേ കഴിയട്ടെ, ഏതായാലും നിങ്ങളിങ്ങനെ മേലെല്ലാം പൊള്ളി വലിയ വ്രണമായിട്ടിരിക്കുന്നു, മേത്ത് മുഴുവൻ പൊള്ളിയ പാട് ജീവിക്കാൻ പറ്റത്തില്ല, എല്ലാ ദിവസവും ഉണ്ടാക്കുന്ന പൈസ പുള്ളി വന്ന് കൊണ്ടുവന്നു, തിരിച്ച് പറയാൻ കഴിയുന്നില്ല, എന്നാൽ പിന്നെ അന്നങ്ങ് മരിച്ചോട്ടെ എന്ന് വയ്ക്കുക. അപ്പോൾ പുള്ളിക്കാരത്തി ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ അതിൻ്റെ കാരണം സഹിതം പറഞ്ഞു, ഇനി അയാൾ വരുമ്പോൾ തൊട്ട് പോകരുത് തന്നെ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. നിങ്ങൾ വടിയെടുക്കരുത്, കത്തിയെടുക്കണ്ട, ഒന്നും വേണ്ട. ഇനി കയറി വരുമ്പോൾ നിങ്ങൾ തൻ്റെ ഇടത്തോടെ ആ വാതിൽക്കൽ തന്നെ നിന്നിട്ട് എന്തെങ്കിലും ഇങ്ങോട്ട് പറയാൻ വന്നാൽ നല്ല തൻ്റെ ഇടത്തോടെ അവിടെ നിന്നിട്ട് പ്രതികരിക്കണം എന്ന് പറഞ്ഞു. അന്ന് ഞാൻ മരിക്കുമെന്നൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ഇനി പൈസ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് അങ്ങ് പറഞ്ഞു വിട്ടു. ഒരു 3-4 മാസം കഴിഞ്ഞു. ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് അങ്ങ് 2003 ചാർജ് എടുത്ത് ഇങ്ങനെ തിരക്ക് പിടിച്ച് ഈ വാതിക്കൽ ഈ ഗേറ്റിങ്കൽ ഒരു സ്ത്രീ വന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. അപ്പോൾ വന്നിട്ട് ഒന്ന് കണ്ടോട്ടെ, അപ്പം ഞാൻ കയറാൻ തുടങ്ങി. ഞാൻ ഇറങ്ങി, എനിക്ക് സമയം പോയി, മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും പുള്ളിക്കാരത്തി കയറി വന്നപ്പോൾ ഞാൻ എന്താണെന്ന് ചോദിച്ചു. എന്നെ മനസ്സിലായോ എന്നാണ് ചോദിച്ചത്. ഞാൻ രാധ അല്ലേ എന്ന് ചോദിച്ചു. പെട്ടെന്ന് ഞാൻ ഇന്ന ആളാന്ന് പറഞ്ഞു. അയ്യോ ആണോ, കണ്ടാലറിയാത്തോണം. ഒരു ചെറിയ കാര്യം ഞാൻ പറഞ്ഞാൽ, നമ്മളൊരു നല്ല മോട്ടിവേഷൻ കൊടുത്താൽ ഒരു 10,000 രൂപ 1,00,000 രൂപ കൊടുക്കുന്നതിനേക്കാൾ നല്ലതാണ് മനസ്സിന് നല്ലൊരു ധൈര്യം ഉണ്ടാക്കി കൊടുത്ത് എങ്ങനെ കാര്യങ്ങൾ ഡീൽ ചെയ്യണമെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമാണ് ആ ഒരു സ്ത്രീയുടെ കാര്യം. അവർ പിന്നെ അടി കൊണ്ടില്ല. അതിൻ്റെ കഥ എന്താണെന്ന് എന്നോട് പറഞ്ഞു. മുറിവൊക്കെ കരിഞ്ഞിട്ടാണ് വന്നത്. ഇതേപോലെ ഞാനിപ്പോൾ ചാവാൻ പോകുന്നു വിചാരിച്ചിട്ട് ആ മനുഷ്യൻ കയറി വന്നപ്പോൾ സാറ് പറഞ്ഞ് ഓർത്ത് ഞാനിപ്പോൾ ചാവും എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ആ വാതിൽക്ക് നിന്നു. എന്നിട്ട് ആ പുള്ളി കയറി എന്തുവാ ഇത്ര മിഴിച്ച് നോക്കുന്നേ നീ എന്നൊക്കെ ചോദിച്ച് 2 ചാട്ടമൊക്കെ ചാടിയപ്പോൾ പറഞ്ഞു, ആട്ടെ എന്നങ്ങനെ എന്തൊക്കെ പറഞ്ഞു കൊടുത്തു അത് കാണാതെ പഠിച്ച പോലെ ഈ പുള്ളിക്കാരത്തി അങ്ങ് പ്രയോഗിച്ചു. ഒരു 4 ചീത്തയും വിളിച്ച് അവിടെ എല്ലാം കറങ്ങിയിട്ട് ഇറങ്ങി അങ്ങ് പോയെന്ന്. പിന്നെ എല്ലാ ദിവസവും മെൻ്റൽ പവർ കൊണ്ടും കുറച്ച് കരുത്തോടെ ആ പിള്ളേരെയും കൂടെ കൂട്ടി നിന്ന് അവർ രക്ഷപ്പെട്ടു. പിന്നെ ഞാൻ കണ്ടിട്ടില്ല. ആ നന്ദി പറയാനായിട്ട് ഇവിടെ വന്ന ഒരു അനുഭവം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അതൊരു ടച്ചിങ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ ഈ MLA ആയപ്പോൾ എന്തായിരുന്നു ഉണ്ടായിരുന്നത് ഇതേപോലെ എന്തെങ്കിലും അനുഭവം? ഒരുപാട് MLA ആയിരിക്കുമ്പോഴുള്ള അനുഭവം എനിക്ക് യഥാർത്ഥത്തിൽ ഒരിക്കലും മറക്കാത്തൊരു അനുഭവം എന്താണെന്ന് വെച്ചാൽ 2006 ഇലക്ഷനിൽ ഞാൻ ജയിച്ചതിൻ്റെ ഒരു കാഴ്ചയായിരുന്നു. അതെന്താ വെച്ചാൽ ഇവിടെ ഒരിക്കലും ഞാൻ ജയിക്കുമെന്നോ ജയിക്കത്തില്ലെന്നോ ഒന്നും തന്നെ ജയിക്കത്തില്ല എന്ന് ഒട്ടും ചിന്തിച്ചിട്ടില്ല. ജയിക്കുമെന്നങ്ങനെ ഓവർ കോൺഫിഡൻസും ഇല്ലായിരുന്നു. പക്ഷേ ജില്ലാ പഞ്ചായത്തിൽ ഇരുന്ന ഒരു അനുഭവം എനിക്കുണ്ടായിരുന്നു. ആ പാർട്ടി എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ അതിൽ കുറേ കാര്യങ്ങൾ ചെയ്തു എന്ന് എനിക്ക് തോന്നിയായിരുന്നു.
അപ്പോൾ ആൾക്കാരുടെ എല്ലാ കാര്യത്തിലും ഇടപെടുമായിരുന്നു. അപ്പം ബാലകൃഷ്ണപിള്ള സാറിനെ പോലൊരു വലിയ ആളിനോട് മത്സരിക്കാൻ പാർട്ടി പറഞ്ഞിട്ട് മത്സരിച്ചു. എല്ലായിടും ചെല്ലും, ഒരു മീഡിയ പോലും എൻ്റെ പുറകെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ വാർത്തകളെല്ലാം കൊടുക്കാൻ എല്ലാവരും ഉണ്ട്. എന്ന് വെച്ചാൽ ഞാനാരെ, ഞാൻ ഒരു ചെറിയ ആളല്ലേ, ഞാൻ ഒരു അഡ്വക്കേറ്റിനെ ആരും അറിയുന്നില്ലല്ലോ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് അറിയുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇരുന്ന് പോയിട്ട് അവസാനം 12,000 ശിഷ്ട വോട്ടിനെങ്കിൽ ജയിച്ച് വോട്ടെണ്ണിയപ്പോൾ എന്തായിരുന്നു എനിക്ക് വയ്യ. ഞാൻ ഇവിടുന്ന് ആ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ നിന്ന് ഇറങ്ങിയ നാട്ടിലെ എല്ലാവരും കൂടി ചേർന്ന് ഒരുമാതിരി സർവ്വയിടത്തും പായസമൊക്കെ ജീവിതത്തിൽ മറക്കാത്തൊരു കാഴ്ചയായിരുന്നത്. തൊഴിലാളികൾ, പാവപ്പെട്ട സ്ത്രീകൾ, എല്ലാവരും കൂടി, സ്ത്രീകളുടെയൊക്കെ ഒരു സന്തോഷം നമ്മൾ എന്ത് ചെയ്തിട്ടാണെന്ന് എനിക്ക് പറഞ്ഞുകൂടാ. പക്ഷെ അതൊരു ഒരിക്കലും മറക്കാത്തൊരു അനുഭവമാണ്. അതോടൊപ്പം ഈ 15 വർഷക്കാലം MLA ആയിരുന്നപ്പോൾ എനിക്ക് എന്താ സന്തോഷം എന്നറിയോ, മനുഷ്യ സാധ്യമായിട്ടുള്ളതെല്ലാം ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാനായിട്ട് സാധിച്ചു. ഓരോന്നോരോന്നും മനസ്സിൽ നിന്ന് മാറാതെയുണ്ട്. എന്തൊക്കെ വേണമെന്ന് ജനങ്ങൾ പറഞ്ഞോ സാധ്യമാകുന്നതെല്ലാം ചെയ്തു കൊടുക്കാനായിട്ടുള്ള സാധിച്ചു എന്നുള്ളൊരു വലിയ സന്തോഷമുണ്ട് എനിക്ക്. അതൊക്കെ എൻ്റെ വലിയൊരു സന്തോഷമുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ പുതുവത്സരം വരികയാണ്, നമ്മളെ കൊട്ടാരക്കര മീഡിയയ്ക്ക് വേണ്ടിയിട്ടൊരു ആശംസ. പുതുവർഷം തീർച്ചയായിട്ടും എല്ലാ മനുഷ്യർക്ക് സന്തോഷവും സമാധാനവും ഒക്കെ ഉള്ളൊരു വർഷമാകണം. കൂടുതൽ എന്താ പറയുന്നത്, നല്ല നല്ല അനുഭവങ്ങൾ മനുഷ്യർക്ക് ഉണ്ടാകാൻ കഴിയണം. അടി ഇടി മുഴക്കും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഒഴിവായി കുറേ കൂടി നല്ല പ്രതീക്ഷ തരുന്ന, നാളെ നന്നാവും എന്നുള്ളൊരു പ്രതീക്ഷ തരുന്ന, എന്തിനേയും നമുക്ക് അതിജീവിക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാകുന്ന മനസ്സോടെ എല്ലാവർക്കും പോകാൻ കഴിയണം. ഒറ്റ സ്ത്രീപീഡന കേസും വരാതിരിക്കണം, ഒരു പെൺകുട്ടിയും മരണപ്പെടാതിരിക്കണം, ധൈര്യത്തോടെ അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം. എല്ലാവർക്കും മീഡിയയിൽ വർക്ക് ചെയ്യുന്ന വനിതകൾ ഉൾപ്പെടെ നന്നായിട്ട് അവർക്ക്, ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം പറയുന്നു എന്നല്ല, ചോദിച്ചുകൊണ്ട് പറഞ്ഞു എന്നല്ല, എല്ലായിടത്തും സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ തന്നെ നന്നായി നിൽക്കണം. ഒരിക്കലും താഴാതെ സ്ത്രീകൾ നിൽക്കണം. എനിക്ക് പറയാനുള്ളത് നല്ല തൻ്റെ ഇടത്തോളം നമ്മളെല്ലാം നല്ല അന്തസ്സായി ജീവിക്കാൻ കഴിവുള്ളവരാണ് എല്ലാ കാര്യത്തിനും. അത് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇവിടെ. പുരുഷന്മാർ മാത്രം വിചാരിച്ചാലല്ല, ചെറിയ ആൾക്കാർ വിചാരിച്ചാൽ എന്ത് ചെയ്യാമെന്ന് നമ്മൾ വിചാരിച്ചാൽ ഒരുപാട് കാര്യം സാധിക്കും. അതുകൊണ്ട് അങ്ങനെയാകുമ്പോൾ ഈ സമൂഹം ഒരുപാട് ബെറ്ററാവും, ഒരു സംശയമില്ല. അങ്ങനെ ആകട്ടെ എന്ന് ഒരുപാട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മളോട് മാഡം സംസാരിച്ചു. മാഡം നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്ന്, ഒരു സമൂഹത്തിൽ ഇനിയെങ്കിലും നമ്മുടെ കേരളത്തിൽ നല്ല ഇന്ത്യയിൽ തന്നെ ഒരു അതിക്രമങ്ങൾ ഉണ്ടാവാത്തൊരു പുതുവർഷം ആവട്ടെ 2024 എന്നും മാഡം നമ്മളോട് പറഞ്ഞു. ഒരു പെൺകുട്ടി വീട്ടിൽ എങ്ങനെയായിരിക്കണം, ആൺകുട്ടികൾ ആ പെൺകുട്ടി പൊതുസമൂഹത്തിൽ ആ പെൺകുട്ടീനെ എങ്ങനെ കാണണമെന്ന്, സ്ത്രീധനം കുറയ്ക്കുക, അങ്ങനെയൊക്കെ പെൺകുട്ടികൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും മാഡം നമ്മളോട് പറഞ്ഞു. അതുപോലെ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും സമൂഹത്തിൽ കൊടുക്കുന്ന വിലയും വീട്ടിൽ എന്ത് പറഞ്ഞു കൊടുക്കുന്നു അതുപോലെ അവർ പ്രവർത്തിക്കും. സിനിമയിൽ മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയൊക്കെ പരസ്യമൊക്കെ കുറച്ചിട്ട് പുതിയൊരു വർഷം, പുതിയൊരു ജീവിതം, എല്ലാവരും ഒരു പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കൊട്ടാരക്കര മീഡിയയ്ക്ക് വേണ്ടി ക്യാമറമാൻ ശ്രീകുമാറിനൊപ്പം നന്ദന.